റെക്കോർഡുകൾ അടിച്ചപ്പോൾ ഡോൺ ആവണമെന്ന് പറയില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പിലുള്ള ആൾക്കാരെ മാത്രമേ അടിച്ചിട്ടുള്ളൂ. അവിടെ വിൻ ചെയ്യാൻ ഏതെങ്കിലും ഒരാളടിച്ച് ഡോൺ ആയതല്ല, അടിച്ച 10 പേരും ഡോൺ ആയിരുന്നു അല്ലേ? നമ്മൾ കപ്പടിക്കാൻ പോയിക്കുന്ന ആൾക്കാരാണ്, പുറത്തു വീട്ടിലെ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുക, അത് വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ 25 പേര് നമ്മൾ പടപടാന്ന് അടിക്കുന്ന സമയത്ത് എന്താ പറയുക, ഈ 25 പേർക്ക് നമ്മൾ മറുപടി കൊടുക്കാതെ വെച്ചോ, 24 പേർക്ക് നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ എന്തെങ്കിലും പാളിയ പണിപ്പാളും. ഇതെന്റെ എന്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങുന്നു എന്നൊരു തോന്നലൊക്കെ വന്ന് തുടങ്ങിയിരുന്നു, അങ്ങനെ തോന്നി തുടങ്ങിയിരുന്നു. അപ്പോൾ നേടാൻ ഉറപ്പിച്ചതന്നെ പോയത്, അത് ഞാൻ നേടുന്ന ഉറപ്പായിരുന്നു. കാരണം നമ്മളെത്രയും ഈ 2ാമത്തെ വർഷം മുതൽ നമ്മൾ ഡെഡിക്കേഷൻ ചെയ്യുമ്പോൾ ഇത്രയും ക്യാപ്പ് ഞാൻ ഇടണമെന്നുണ്ടെങ്കിൽ ആ വർഷങ്ങളൊന്നും ഞാൻ അതിന് റെഡി അല്ലായിരുന്നു. എവിടേക്കോ ഭയങ്കരമായിട്ട് മാറിപ്പോയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? മാറിപ്പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. കുറയാണ് ചെയ്തല്ലേ? അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ തല്ലാൻ പാടില്ലല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് ഇവിടുത്തെ പ്രശ്നമൊക്കെ നോക്കി പണ്ടേ നമ്മൾ തല്ലി പറയാണ്ട്, അത്രയും പ്രഷറല്ലേ നമ്മൾ എന്തൊക്കെ ചീത്ത വിളിക്കണവര്. കാരണം ഞാൻ അവിടെ കയറണ ഒരു 24 തലയും പഠിച്ചിട്ട് ഞാൻ കയറിയത്, അവരെ കുറിച്ച് അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് തന്നെ കയറിയത്. അപ്പോൾ നമ്മളൊരാട് അത്രയും ചീത്തയും വിളിച്ചിട്ട് ടക്കട്ടക്കട്ടൊക്കെ അടി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ ആട് കൂട്ടുകൂടേണ്ട അവസ്ഥ ആലോചിക്ക്. എനിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് അർജുനുണ്ട്, അതിലർജുനുണ്ട്. എൻ്റെ എല്ലാ ശത്രുതയും കാര്യങ്ങളും ഒന്നും ഞാൻ ആ ഗേറ്റ് വിട്ട് പുറത്തിറങ്ങിയപ്പോൾ എല്ലാം തീർത്തു. അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ അപ്പം യൂട്യൂബിലുണ്ടാവും, എന്ത് ചെയ്താലുണ്ടോ. അത് വൈറലാണ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ശരിക്കും ഇപ്പോൾ ബിഗ് ബോസ് എന്നുള്ള വലിയൊരു വേദിയാണ് അല്ലെ? ആ വേദി കുറേ അധികം അവസരങ്ങൾക്കൊക്കെ എത്തുന്ന കുറേ അധികം പേർ നോക്കിക്കാണുന്ന ഒരു വേദി തന്നെയാണ്. പക്ഷെ കപ്പ് നേടാൻ വേണ്ടി തന്നെ ദൃഢനിശ്ചയത്തോടെ പോയതായിരുന്നു അല്ലെ? കപ്പ് നേടാൻ ഉറപ്പിച്ചതന്നെ പോയത്, അത് ഞാൻ നേടുന്ന ഉറപ്പായിരുന്നു. കാരണം നമ്മളെത്രയും ഈ 2ാമത്തെ വർഷം മുതൽ നമ്മൾ ഡെഡിക്കേഷൻ ചെയ്യുമ്പോൾ ഇത്രയും ക്യാപ്പ് ഞാൻ ഇടണമെന്നുണ്ടെങ്കിൽ ആ വർഷങ്ങളൊന്നും ഞാൻ അതിന് റെഡി അല്ലായിരുന്നു. എനിക്ക് കയറാൻ പറ്റുന്നു, പക്ഷെ ഞാൻ റെഡി അല്ലായിരുന്നു. പക്ഷെ അതിനകത്ത് എന്ന് ഞാൻ റെഡി ആവണം, ആപ്റ്റ് ആവണമെന്ന് ഞാൻ കണക്കൂട്ടി കാൽക്കുലേഷൻ ചെയ്ത് കൊണ്ടുപോയിരുന്നു. ആ കൊണ്ടുപോയി എല്ലാം കൂടി ഒത്തു വരുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യേണ്ടത്. ഇത്രയും ഒരു വർഷത്തോളം കാത്തിരുന്ന് അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ട് പോയിട്ടുള്ള ഒരാളാണ്, അത്രത്തോളം എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒരു പക്ഷേ ബിഗ് ബോസിൽ വന്ന കണ്ടസ്റ്റൻസിലെ ഇത്രത്തോളം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്ന വേറെ കണ്ടസ്റ്റൻസ് ഉണ്ടാവുന്നു എന്ന് സംശയിക്കുന്നു. കാരണം ഇത്രയും പ്ലാൻ ചെയ്ത് പോയിട്ടുള്ള ഒരാൾ കൂടിയാണ്. പക്ഷേ ഏതൊരു മൊമെന്റിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങുന്നു എന്നൊരു തോന്നലൊക്കെ വന്ന് തുടങ്ങിയിരുന്നു, അങ്ങനെ തോന്നി തുടങ്ങിയിരുന്നു. സോറി, ഏതെങ്കിലും ഒരു സമയം ഈ ഒരു കപ്പ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ കൈവിട്ട് പോയി തോന്നിയിരുന്നു? കിട്ടുമെന്നോ കിട്ടില്ല എന്നുള്ളത്, ആ കിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് എവിടെയെങ്കിലും ഒരു തോന്നലുണ്ടായോ? കിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഒരു തവണ പേടിച്ച കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടൻ എന്നെ പുറത്താക്കിയില്ലേ, ആ പുറത്താക്കിയപ്പോൾ അറിയാലോ നമ്മൾ പിന്നെ ആ വീട്ടിൽ നിന്ന് പോവാണ്. ആ ലാലേട്ടൻ വന്നിട്ട് എൻ്റെ തീരുമാനപ്രകാരം ഗബ്രീനെയും ജിൻഡോനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ആ പറയുമ്പോഴും എവിടേക്ക് തിരിച്ച് വിളിക്കുന്ന ഒരു തോന്നലുണ്ടായിരുന്നോ, ഉൾവിളി? അത് എനിക്ക് ഡൗട്ട് പ്രാങ്ക് എന്നൊരു ഇതുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അങ്ങനെ ഞാൻ പുറത്തു കൊണ്ട ആളല്ല, കാരണം ഞാൻ അന്ന സമയത്തൊന്നും ചെയ്തിട്ടില്ല. ഗബ്രി കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഹാർട്ട് നിന്ന് പോലെ പോയി, പെട്ടെന്ന് സ്റ്റക്കായി. എന്താ സംഭവിക്കണമെന്ന് അറിയില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയാ, നമ്മുടെ ലാലേട്ടനും ബിഗ് ബോസിലെ ആൾക്കാരോട് നമ്മൾ കരഞ്ഞ് കാലുപിടിച്ച്. അത് ശരിക്കും ഒരു പ്രാങ്ക് ആണെന്നുള്ളത് അല്ലെ നമുക്കറിയാം, നമ്മൾ ഓഡിയൻസും കണ്ടതാണ്. പക്ഷെ അതല്ലാതെ ഒരു സമയത്ത് പോലും തളർന്നു പോയിട്ടില്ല ആണോ? ഇല്ല, അല്ലാണ്ട് ഞാൻ തളർന്ന ഫസ്റ്റ് ടൈം തളർന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രതീഷ് ഭായി ഉണ്ടായിരുന്നു. രതീഷ് ഭായി കൂട്ടായിരുന്നു, നമുക്ക് നല്ല ചങ്കപ്പുറമായിരുന്നു. ഒരാഴ്ച തന്നെ ആള് വിറ്റായി കഴിഞ്ഞപ്പോ പിന്നെ ആ തളർച്ച മാത്രമേ ബാധിച്ചിട്ടുള്ളൂ, അത് സഹിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ജാൻമണി ഉണ്ടായിരുന്നല്ലോ, ജാൻമണി നമ്മളെ കൂട്ടായിരുന്നു. അത് രണ്ടാളും മെയിൻ കൂട്ടായിട്ടുണ്ടായിരുന്നു. ആ സ്നേഹവും സൗഹൃദത്തിന്റെ പേരിൽ മാത്രമേ തളർന്നിട്ടുള്ളൂ, അല്ലാതെ ഒരു മത്സരാർത്ഥി നിലയിൽ തളർന്നിട്ടില്ല ഒരിക്കൽ പോലും. ഒരു നല്ലൊരു കൈഡി കൊടുക്കാം അല്ലേ? ആ ഒരു കോൺഫിഡൻസ് ലെവൽ, ആ ഒരു പവർ മൂഡിന്. ശരിക്കും നമ്മളൊപ്പം എത്രയൊക്കെ സൗഹൃദമുണ്ടെങ്കിലും പരിചയമുണ്ടെങ്കിലും അതിനകത്തോട്ട് വരുന്ന സമയത്ത് എല്ലാവരും ഫേസ് ടു ഫേസ് നിന്ന് ഫൈറ്റ് ചെയ്യുന്നവരാണ്. എല്ലാവരും സഹമത്സരാർത്ഥികളൊപ്പം തന്നെ യുദ്ധം ചെയ്യുന്നവർ തന്നെയാണ് അല്ലെ? അവിടെ ഒരു പരിചയത്തിനോ സ്നേഹത്തിനോ ഒന്നും ചില സമയങ്ങളിൽ ബന്ധമില്ല എന്നുള്ളത് തന്നെയാണ്. എവിടെയാണ് ഇതിനപ്പുറത്തേക്ക് ഞാൻ കപ്പ് നേടാൻ വരുമ്പോൾ ഇത്രയും പരിചയമുള്ള രതീഷേട്ടനാണെങ്കിലും ജാൻമണി ആണെങ്കിലും മറ്റുള്ളവർക്ക് ഇത് കിട്ടില്ല അല്ലെ? ഒരാൾക്കേ കിട്ടൂ. എവിടെയെങ്കിലൊക്കെ ഒരു വിട്ടുകൊടുക്കലിന്റെ ചിന്താഗതിയൊക്കെ വന്നിരുന്നോ? ഒരു മനുഷ്യത്വം? ഇവര് രണ്ടുപേരും ഞാൻ അറിയില്ലാത്ത വ്യക്തികളാണ്. രതീഷേട്ടനെ ഞാൻ അറിയില്ല, അവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാ. അതെന്തോ മാനസികമായിട്ട് ഞങ്ങൾ അടുത്ത് പോയി, അല്ലാതെ
ഞാൻ നേരത്തെ അറിയില്ല. ജാൻമണിനെ അറിയായിരുന്നു. ജാൻമണി 12 വർഷം മുമ്പ് ഞാൻ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തപ്പോൾ മേക്കപ്പ് ചെയ്ത ആളായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ആളുടെ നമ്പർ മേടിച്ചിട്ടുണ്ട്, എൻ്റെ നമ്പർ മേടിച്ചു. ആ നമ്പറൊക്കെ പോയി, ഞങ്ങൾ ഇതൊരു കോൺടാക്റ്റ് ചെയ്തില്ല. പക്ഷെ പിന്നീട് അവിടെ കാണുന്നു. പക്ഷെ ജാൻമണി വരുന്നത് ഞാൻ അറിഞ്ഞിരുന്നു. കാരണം ഞാൻ അവിടെ കയറണ ഒരു 24 തലയും പഠിച്ചിട്ട് ഞാൻ കയറിയത്. അവരെ കുറിച്ച് അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് തന്നെ കയറിയത്. ഓക്കെ. എന്തായാലും ഫൈനൽ 2-ല് അല്ലെ ആരാണ് ഇത് വിന്നർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നപ്പോൾ ഒരു കയ്യിൽ ജിന്നു ചേട്ടനും ഒരു കയ്യിൽ അർജുനായിരുന്നു അല്ലെ. ശരിക്കും ഒരു ബിഗ് ബോസ് സീസണിൽ ഇത്രയും ദിവസം പിന്നിടുമ്പോൾ ശരിക്കുള്ള ജിന്നു ചേട്ടൻ്റെ ഒരു എതിരാളി അർജുൻ തന്നെയായിരുന്നു. അത് ഞാൻ പറയാൻ പാരസ്ഥനല്ല. അല്ല, എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം അത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കയറുമ്പോൾ തന്നെ ഒരു 25 പേര് കാണുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് അർജുനുണ്ട്, അതിലർജുനുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ കണ്ടേക്കുന്ന കുറച്ച് പേരുണ്ട്. ഒരു 5-8 പേര് ഞാൻ അത് ലിസ്റ്റ് എടുത്തുള്ളൂ. ആ ലിസ്റ്റിലുണ്ട് അവൻ. അർജുൻ അവിടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ തന്ന മറ്റു ചിലർ കൂടെ അവിടെ ഉണ്ടായിരുന്നു അല്ലെ. തീർച്ചയായിട്ടും അത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ തന്ന മറ്റു ചില മത്സരാർത്ഥികളെയും അവിടെ ഉണ്ടായിരുന്നു. ഒരു 8-10 പേരെങ്കിലും നമുക്ക് ശരിക്കും നമ്മളോട് കട്ടക്ക് നിൽക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മൈൻഡ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഞാൻ അവിടെ ഗെയിം കളിച്ചപ്പോൾ നോക്കി മനസ്സിലാവും. അതായത് എൻ്റെ ഈ 10 ലിസ്റ്റിൽപ്പെട്ട ആൾക്കാർ താഴെയുള്ള ആൾക്കാരുടെ ഞാൻ അടിയിലാക്കാറില്ല. അതായത് മറ്റേ അത് പറഞ്ഞ പോലെ ഡോഡുകൾ അടിച്ച് നമ്മൾ ഡോൺ ആവണമെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ നമ്മൾ ടോപ്പിലുള്ള ആൾക്കാരെ മാത്രമേ അടിച്ചിട്ടുള്ളൂ. അവിടെ വിൻ ചെയ്യാൻ ഏതെങ്കിലും ഒരാളടിച്ച് ഡോൺ ആയതല്ല, അടിച്ച 10 പേരും ഡോൺ ആയിരുന്നു. 10 പേരും ഡോൺ. അല്ലാതെ നമ്മള് ആ താഴെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ അടിക്കാല്ല. ഇപ്പൊ ജാസ്മിൻ തന്നെ ജാസ്മിൻ ഒരിടയ്ക്ക് പുറത്ത് വയ്യാണ്ടായി കിടന്നു. അപ്പോഴും ഞാനൊരു 2-3 മണിക്കൂർ ആളുടെ അടുത്ത് ഇരുന്ന് രാത്രി മൊത്തം ഇരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി എണീറ്റ് വാ. കാരണം ഒരാൾ നമ്മൾ തളർന്ന് കിടക്കുമ്പോഴല്ലോ നമ്മൾ അടിക്കണേ. പിറ്റേ ദിവസം ഫുള്ള് ആൾ ആക്റ്റീവായി. പിന്നെ നമ്മൾ പിന്നെ തുടങ്ങി. ഇത്രയും ഒരു സഹമത്സരാർത്ഥി ഇത്രയും വാശിയേറിയ പോരാട്ടം തന്ന ഒരാളാണ്. ആ പേര് ജാസ്മിൻ്റെ പറഞ്ഞു. പക്ഷെ പോരുന്ന സമയത്ത് ജാസ്മിൻ തന്ന ആ പാവ്യം കൊണ്ടാണ് വന്നേന്ന് അറിഞ്ഞല്ലോ, ശരിയാണോ? ജാസ്മിൻ തന്ന പാവ്യം കൊണ്ടാണ് പുറത്തോട്ട് വന്നേന്ന് കേട്ടു, ശരിയാണോ? ജാസ്മിൻ തന്നെ പാവ്യം കൊണ്ടാണോ പുറത്തോട്ട് വന്നേ? അതെന്താ അറിയോ, അവള് പാവയും അവിടെ ഒരു പെട്ടി മറന്നു വെച്ചിട്ട് പോകും. മറ്റേ എൻ്റെ റൂമിലായിരുന്നു, അവരുടെ റൂം മാറിപ്പോയി. എൻ്റെ റൂം ആദ്യം അതൊക്കെ അങ്ങനെ മറന്നു വെച്ചിട്ട് പോകുന്നു. പിന്നെ ആള് പോകുന്നപ്പോ പിന്നെ അവർക്ക് ലാലേട്ടൻ കൊടുത്ത കൊയിൻ വരെ അതിനകത്തുണ്ട്, ആ പെട്ടിക്കകത്തുണ്ട്. അപ്പൊ അതിനൊരു ശരിക്കും പറഞ്ഞാൽ വിഷു കൈതീട്ടം കൊടുത്ത കൊയിനല്ലേ. അപ്പൊ അത് മാത്രം കണ്ടപ്പോ എനിക്ക് തോന്നി എടുത്തേക്കാം. ഞാൻ അങ്ങനെ എടുത്തു കൊടുക്കണം. കാരണം നമുക്ക് അവിടെ ശത്രുത ഇല്ലല്ലോ, നമുക്ക് ആരോടും ശത്രുത ഇല്ല. എൻ്റെ എല്ലാ ശത്രുതയും കാര്യങ്ങളൊന്നും ഞാൻ ആ ഗേറ്റ് വിട്ട് പുറത്തിറങ്ങിയപ്പോ എല്ലാം തീർത്തു. പിന്നെ അവരൊക്കെ എന്റെ ഫ്രണ്ട്സാണ്. അതിപ്പോ നമ്മൾ എത്ര സ്റ്റേജുകളിൽ കയറണാണ്, ആ സ്റ്റേജിൽ കയറുമ്പോ അവൻ എന്റെ ഗെയിമറാണ്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ എത്രയും വിമർശനങ്ങൾ വന്നാൽ പോലും നമ്മൾ അത്ര ഉയരെ നിൽക്കുകയാണെങ്കിൽ പർവ്വതത്തിന് താഴെ കുറയ്ക്കുന്ന പട്ടിയെ പോലെ നമ്മൾ ചിലതൊക്കെ തിരിഞ്ഞു നോക്കേണ്ടതില്ല, ഒഴിവാക്കി വിടണം എന്നുള്ള ചിന്താഗതിയായിരുന്നോ കുറെയൊക്കെ? നല്ല ബെസ്റ്റ് പ്ലേയേഴ്സിനെയല്ല, എവിടേക്ക് വിമർശനങ്ങൾ പുറത്തു വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഫാൻ ഫൈറ്റുകൾ നടക്കുമ്പോഴും അത്തരം PR വർക്കുകൾ നടക്കുമ്പോഴും എവിടേക്ക് വിമർശനങ്ങൾ നടക്കുന്ന സമയത്ത് ഇതൊന്നും എവിടെയും ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിന്റെ ഭാഗത്താണെങ്കിൽ പോലും ഒരു തരത്തിലും തളർത്താൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു പോരാട്ട വീര്യം എവിടേക്കും ആർജിച്ചെടുത്തിരുന്നോ? നമുക്ക് ശരിക്കും പറഞ്ഞ മാർഗം ആ ലക്ഷ്യമാണ്, ഒരു മാർഗം സാധിക്കാൻ വേണ്ടി ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നമ്മൾ സാധിച്ചു കഴിഞ്ഞു. പിന്നെ അതിന്റെ പിന്നിൽ എന്ത് വരും ആരൊക്കെ പറഞ്ഞോട്ടെ, നമുക്ക് എന്താ കുഴപ്പം ഇല്ല. ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ഞാൻ കുറിച്ച് തിരിച്ച് പറയാറില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കാണാറില്ല. എനിക്ക് ചില കഴിച്ചവര് പറഞ്ഞു ഞാനത് ഓപ്പൺ പോലും ചെയ്യില്ല, കാണില്ല. ആരും എന്ത് പറഞ്ഞാൽ കുഴപ്പം. എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞു, ഇറങ്ങി. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പോയ പോലെയല്ല വന്ന വഴി. ആ വഴിയും വഴിധാരകളും ആളുകളും ഒക്കെ എവിടേക്ക് മാറിയിട്ടുണ്ട്, കണ്ട മുഖവും ഒക്കെ. ജിന്നോനെ, ഇതുവരെയുള്ള ദിവസം എങ്ങനെയുണ്ട് ആ ഒരു ജീവിതം? എവിടേക്കോ ഭയങ്കരമായിട്ട് മാറിപ്പോയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? മാറിപ്പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. കുറയാണ് ചെയ്തല്ലേ? അല്ല, കുറേത് സത്യം പറഞ്ഞ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ തല്ലാൻ പാടില്ലല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് ഇവിടത്തെ പ്രശ്നമൊക്കെ പണ്ടേ നമ്മൾ തല്ലി പറയാണ്ട്, അത്രയും പ്രഷറല്ലേ നമ്മൾ എന്തൊക്കെ ചീത്ത വിളിക്കണവര്, അതുപോലെ മൂത്ത് നോക്കിന്ന് വിളിക്കല്ലേ. ഈ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും കയറി ഇടിച്ച് തീർക്കുന്ന ആളാണോ? എവിടേക്ക് ഒരു മോളില് ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് എന്തെങ്കിലും നാട്ടിൽ വരുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാൻ ഒരു മീഡിയേറ്റർ ആയിട്ട് ഒരു മുമ്പിൽ നിന്ന് ലീഡ് ചെയ്യുന്ന ഒരാളാണോ ശരിക്കും? എങ്ങനെ ഞാനങ്ങനെ അടിയടിക്കൊന്നും പോവാറില്ല. അങ്ങനത്തെ ആളാ, അങ്ങനത്തെ ആവശ്യം വരാറില്ല. അങ്ങനത്തെ സമാധാനമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കണ ഉണ്ട്. ആ പോയി വന്ന വഴിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ അമ്മ? ദേഷ്യമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു സന്തോഷം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു
എവിടേക്കോ നമ്മൾ പറയും പോയ ദിവസം കഴിഞ്ഞു വന്നാൽ തീർച്ചയായിട്ടും 100 ദിവസം പിന്നിട്ടോ അല്ലെങ്കിൽ ഏത് ദിവസമാണ് പുറത്ത് വരുന്നത്, കുറേ നാൾ കഴിയും നമ്മൾ എവിടേക്കോ ഒന്ന് നോർമൽ ആവാൻ, അല്ലെങ്കിൽ അതിന്റെ ട്രോമ കുറേ നാളുകളായിട്ട് വർഷങ്ങളോളം ഉള്ളവരാണെന്ന് തന്നെ മുൻ സീസണിലുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അത്രയും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ ശരിക്കും പുറത്തിറങ്ങിയതിന് ശേഷം? അതായത് ഞാൻ പറഞ്ഞില്ല, ലാലേട്ടൻ നമ്മൾ അന്ന് പുറത്താക്കിയിട്ട് തിരിച്ചു കയറണം എന്താ, ഞാൻ ഇനി ഒരിക്കലും തെറി വിളിക്കില്ല, ചീത്ത വിളിക്കില്ല, തെറി വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് കയറണത്. അപ്പൊ അത്രയും വലിയ ഒരാളുടെ അടുത്ത് നമ്മൾ വാക്ക് കൊടുത്താൽ അങ്ങോട്ട് കയറണേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും വിളിച്ചാൽ നമ്മളെ ചീത്ത വീടുകൾ വിളിച്ചാൽ നമ്മളെ പുറത്താക്കുന്നൊരു തോന്നൽ നമുക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ കപ്പടിക്കാൻ പോയിക്കുന്ന ആൾക്കാരാണ്, പുറത്തു വീട്ടിലെ കാര്യമാണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുക, അത് വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ 25 പേര് നമ്മള് പടപടാന്ന് അടിക്കുന്ന സമയത്ത് എന്താ പറയാ, ഈ 25 പേർക്ക് നമ്മൾ മറുപടി കൊടുക്കാന്ന് വെച്ചോ, 24 പേർക്ക് നമ്മൾ മറുപടി കൊടുക്കുമ്പോ എന്തെങ്കിലും പാളിയ പണിപ്പാളും. നല്ലതായാലും ഗുണമുണ്ടോ ദോഷമുണ്ടോ നമുക്കറിയില്ല, പക്ഷെ പാളിയ പണിപ്പാളും. അപ്പൊ അത്രയും നമ്മുടെ ഈ ബ്രെയിൻ ബിഗ് ബോസിന് കയറണം, എന്നാലും മനസ്സിലാവുള്ളൂ. അടുത്ത വർഷം പോകും ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യണം. പോലെ ഒരാൾ പോകും, എനിക്ക് അത്യാവശ്യം സംസാരിക്കാറുള്ള പോയി കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ഇവിടെ പുറത്ത് നിന്നാൽ ഇതിന്റെ ഒരു ഇത് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ടി വിയിൽ കാണുന്ന ഒരു സാധനമല്ല. നമ്മൾ ഇത്രത്തോളം എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, പല കാര്യങ്ങളിലും അല്ലെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. സോ ഇത്രയും ബിസി ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഇതൊന്നും ഇല്ലാതെ ഈ കാണുന്ന മുഖങ്ങൾ തന്നെ ഇത്രയും ദിവസം കാണുക, വേറെ ഫോണായിട്ടോ നവമാധ്യമങ്ങളായിട്ടോ മറ്റു ആളുകളായിട്ടോ ഒന്നും കണക്ഷൻ ഇല്ല. ഇത് ശരിക്കും ഒരു അത്രയും സർവൈവ് ചെയ്ത് പുറത്തോട്ട് വരുന്ന സമയത്ത് ശരിക്കും ഒരു നോർമൽ ആയിട്ട് തന്നെയാണോ ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുക? എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളൊക്കെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ? ലാലേട്ടനെ അർജുനെ ഞങ്ങൾ ഒരുമിച്ച് ലാലേട്ടൻ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് പുറലോകം കണ്ടപ്പോ ഞങ്ങൾക്ക് രണ്ടാക്കുന്ന ഒരു വേറെ പോലെയായിരുന്നു. ലാലേട്ടൻ അവിടെ നിർത്തി കുറച്ചേരം, ഇത് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചിട്ട്. കാരണം ബോഡിക്ക് എന്തൊരു പ്രത്യേക ഇതാണ്. കാരണം നമുക്ക് അവിടെ ഒന്നുമില്ല, വേറെ ഒന്നും കാണാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ സ്വരം പോലും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആദ്യക്കൂടി ബിഗ് ബോസിന്റെ സൗണ്ട കേൾക്കണം, ആളെയും കാണാൻ പറ്റില്ല. അപ്പൊ ഒന്നും കാണാം. ഈ ഇപ്പൊ ചേട്ടനോട് ഞാൻ അടിയുണ്ടാക്കാണ്, ചേട്ടൻ ഈ ഹൗസിലുള്ള ആളാണ്. മുട്ടയുടെ അടിയുണ്ടാക്കിയിട്ട് നേരെ വെളുത്ത് ചേട്ടന്റെ മുഖം തന്നെ കാണണേ. എവിടെയും പോകാൻ പറ്റില്ല, ഇവിടെ തന്നെ വേണം അല്ലേ? അല്ലെങ്കിൽ ചേട്ടൻ എന്റെ ടീമിലായിരിക്കും, സംസാരിക്കാതിരിക്കാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പൊ അത്രയും നമ്മുടെ പ്രഷർ. ഇപ്പൊ നമ്മളൊരാട് അത്രയും ചീത്തയും ഇതൊക്കെ വിളിച്ചിട്ട് ടക്കട്ടക്കട്ടക്ക അടി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ ആട് കൂട്ടുകൊണ്ട അവസ്ഥ ആലോചിക്ക്. അതിങ്ങനെ എന്താ പറയാ, നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മള് തളർന്നു പോകും. ആ തളർന്ന് പോവാണ്ട് ഗെയിം കളിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്നാമതിലവിടെ മര്യാദയ്ക്ക് ഫുഡില്ല, അറിയാലോ, റേഷൻ പോലെ ഫുഡ് കിട്ടണേ. റേഷൻ പോലെ ഫുഡ് കിട്ടണേ അതിനകത്തേക്ക് തന്നെ ചോറിന് വരെ അളവുണ്ട്, കറിക്ക് ഒരു അളവുണ്ട്, എല്ലാത്തിനും അളവുണ്ട്. ആക്കൂടി നമ്മൾ പാരൻസ് ഒക്കെ വന്നപ്പോഴാണ് മര്യാദയ്ക്ക് ഇത്തിരി ഫുഡ് കിട്ടിയത്. എല്ലാവരും വന്നപ്പോൾ ഫുഡ് ഇടാതിരിക്കുക. ഫുഡില്ല, ചിക്കൻ ആയാലും എന്ത് സാധനമായാലും കുറച്ച് ഒരു തങ്ങൾ ദിവസം ഉപ്പ് ഓർഡർ ചെയ്യാൻ മറന്നുപോയി, ഒരാഴ്ച ഉപ്പ് ഉണ്ടായില്ല. അപ്പൊ ഉപ്പില്ലാതെ കുറച്ചാൾ അങ്ങനെയായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ കപ്പിനോളം തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒന്നുകൂടെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ജിനുചേട്ടന് അല്ലെ? അത് രതിശേട്ടനാണോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനോളം തന്നെ മൂല്യം കൊടുക്കുന്നുണ്ട്, അതിനോളം തന്നെ മൂല്യം കൊടുക്കുന്നുണ്ട്, വില കൊടുക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ആളെ വിളിക്കില്ല എന്നുള്ളു, പക്ഷെ ആളെ വിളിക്കണവര് വിളിക്കുന്നുണ്ട് ഇല്ലേ? എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞറിയിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും, എത്തിക്കുന്നോടത് എത്തിക്കും. ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പിന്നെ ഈ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളിലൊക്കെ നീങ്ങി അല്ലെ? പുറത്ത് എബ്രോഡ് പോകുന്നു, പലതരം വേഷ പകർച്ചയിൽ കാണുന്നു, എവിടേക്കോ കാണാത്ത രൂപത്തിലൊക്കെ കണ്ടു. മാളിലാണെങ്കിൽ പോലും ഒരു മേക്ക് ഓവറിലൊക്കെ കാണുന്നു. ഇത് എവിടേക്ക് ഇത്തരം വജ്രായുധങ്ങളൊക്കെ എപ്പോഴും ഉള്ളിലുണ്ടോ? ശരിക്കും പറഞ്ഞാൽ പണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കായിരുന്നു, പക്ഷെ ആരും ശ്രദ്ധിക്കില്ല. പക്ഷെ ഇപ്പെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അറിയുന്നോണ്ട് നമ്മള് ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട്, എന്താ പറയാ, ഞാൻ ബിഗ് ബോസിൽ പാമ്പായിട്ടിരുന്ന ആൾ അവൻ ഭയങ്കര സ്റ്റൈലിൽ നടക്കുന്നു. ഞാൻ എന്തായാലും അത്യാവശ്യം സെറ്റപ്പിൽ ജീവിച്ച ആൾ തന്നെയാണ്. ജീവിച്ചത് തന്നെ ചെറുപ്പത്തിൽ ഭയങ്കര ഡള്ളായിരുന്ന ആളാണ്. അവിടെ നിന്ന് എനിക്ക് വന്ന് നമ്മളൊരു 8 ഫിറ്റ്നസ് സെന്ററും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. നമുക്കതിന് ജീവിക്കാനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ലെവലിൽ നമ്മൾ വളർന്നുകൊണ്ടിരുന്ന. പക്ഷെ അപ്പൊ ആ സമയത്ത് അത്രയും ആൾക്കാർ നമ്മൾ അറിയില്ല. പക്ഷെ ഇപ്പം നമ്മൾ എന്ത് ഡ്രസ് ഇട്ടാലും ആൾക്കാരത് കാണും. ട്രെൻഡ് സെറ്ററായി അല്ലെ? കുറെ പേർ ഫോളോ ചെയ്യുന്ന, എന്ത് ചെയ്യുന്നു അതനുസരിച്ചിട്ട് അല്ലെ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക് വരുന്നു, എത്തുന്നു എന്നുള്ളത്. അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലും ചെയ്താൽ അപ്പൊ യൂട്യൂബിലുണ്ടാവും, എന്ത് ചെയ്താലുണ്ടോ. അതെ, അത് വൈറലാണ്. അത് വൈറലാണ്. അത് ഒരാൾക്ക് പണിയാണ്, ഓരോരുത്തർക്ക് നല്ലതാണ് ആണ്. ഇത് എനിക്കൊന്ന് പല രീതിയിലേക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞു, ജിം ഓണർ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളുണ്ട് ബിസിനസ് പരമായിട്ടുണ്ട്. അപ്പൊ ഒരു പണം അല്ലെങ്കിൽ ഒരു മണി എന്നുള്ള ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ശരിക്കും അങ്ങനെയായിരുന്നു? അതല്ലെങ്കിൽ ബിഗ് ബോസ് എന്നൊരു വേദി ജിന്നു ചേട്ടൻ സ്വപ്നം കാണാനുള്ള ഒരു പ്രധാന കാരണം എന്താ? പൈസ എന്നുള്ളതല്ല. അപ്പൊ അങ്ങനെ വൈൽഡ് മറ്റേ പെട്ടി കൊണ്ടുവന്ന കാര്യം പറയാറില്ലേ? ഞാൻ പറയാറുണ്ട് 50 ലക്ഷം രൂപ ഇവിടെ കൊണ്ടുവച്ചാൽ പോലും ഞാൻ എടുത്തിട്ട് പോലെന്ന് ഇല്ല. അവിടെ ആൾക്കാർ പലതും പറയാറുണ്ട്.
പലതും പറയാറുണ്ട്, ഞങ്ങൾ അത്ര മണ്ണെടുക്കും, ഇത്ര മണ്ണെടുക്കും, ജിന്നു ചേട്ടൻ എത്ര എടുക്കും. ഞാൻ അവിടെ 50 ലക്ഷം കൊണ്ട് വെച്ചിട്ട് നിന്നോട് എടുത്തോളാൻ പറഞ്ഞ പോലും ഞാൻ എടുക്കില്ല, എനിക്ക് കപ്പ് മതി. അപ്പൊ ആ മൈൻഡായിരുന്നു. അങ്ങനെ പൈസ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നമ്മളുടെ ആ ഒരു ചരിത്ര മുഹൂർത്തം ഉണ്ട്, അത് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് മനസ്സിൽ കണ്ട് പോയത്, അവസാനം അതിലേക്ക് എത്തി അല്ലെ. ഈ പുറത്തു വരുന്ന സമയത്ത് ഈ പല പ്രേക്ഷകർ പല രീതിയിലേക്കാണ് ജിന്നു ചേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ടാവുക. ചില സംസാര രീതിയായിരിക്കാം, അല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം, രൂപം കൊണ്ടായിരിക്കാം, ഭാവം കൊണ്ടായിരിക്കാം, പല ഇഷ്ടപ്പെടാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിൽ എന്നെ പുറത്തു വരുന്ന സമയത്ത് ഞങ്ങൾ കണ്ട ജിന്നു ചേട്ടൻ ഇങ്ങനെയല്ല, ഇത്തരം വേഷപ്പകർച്ചയല്ല, ഇങ്ങനെ കാണാനല്ല ഞങ്ങൾക്ക് ഇഷ്ടം, അത്തരത്തിലുള്ള പരാമർശങ്ങളും വിവാദങ്ങളും എവിടെയൊക്കെയോ കമന്റ്സിലും നവമാധ്യമങ്ങളൊക്കെ കണ്ടിരുന്നു. ശരിക്കും എങ്ങനെയാ അതിനോടുള്ള ഒരു പ്രതികരണം? എന്തിനാ അവര് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഇല്ല, നമ്മൾ പറയുന്ന ആൾക്കാർക്ക് ഞാൻ അവർക്ക് കൊടുക്കാൻ ലൈക്ക്, കുഴപ്പമില്ല, അവരുടെ ഇഷ്ടമാണിത്. ഞാൻ ആ ചില സമയങ്ങളിൽ അങ്ങനെ ആയിരിക്കും, ചില സമയങ്ങളിൽ എൻ്റെ ഇഷ്ടത്തിനായിരിക്കും. നമുക്ക് എല്ലാവരുടെ ഇഷ്ടത്തിനും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ലോകത്ത് എത്രയോ മനുഷ്യരുണ്ട്, എല്ലാവരുടെ സ്വഭാവം വേറെ വേറെയാണ്, എല്ലാവരുടെ ചിന്തകൾ വേറെ വേറെയാണ്. അതുപോലെ പഠിച്ചിട്ട് വേണം ഈ ബിഗ് ബോസിൽ കയറേണ്ടത്. കയറുന്ന ഒരാള് അപ്പൊ നിങ്ങളെ പോലെ ഒരാളായിരിക്കില്ല മറ്റൊരാള്. 100% ഈ 25 പേരും ക്യാരക്ടറും എല്ലാ കാര്യങ്ങളും വ്യത്യാസമായിരിക്കും, എവരിതിങ്. അപ്പൊ അന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തുള്ള എല്ലാവരും ഡിഫറൻസ് ആണ്. അപ്പൊ അവര് പല 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 കാര്യങ്ങൾ പറയും, നമ്മളത് ചിന്തിക്കണ്ട. നമ്മുടെ ഉയരങ്ങളിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാഡ് പറയുന്ന സാധനങ്ങൾ നമ്മൾ എടുക്കാതിരിക്കുക, പ്ലസ് പറയുന്ന സാധനങ്ങൾ മാത്രം നമ്മൾ എടുക്കുക. ബാഡ് പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ, ഒരു ചെവിയുടെ കേട്ട് അടുത്ത ചെവിക്കൂടെ വിടുക. എത്ര വലിയ വലിയ ആൾക്കാരെ കുറിച്ചത്, അത്രയും മഹാന്മാരെ കുറിച്ചിട്ടും ആൾക്കാർ പറയാറില്ലേ, വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയാറില്ലേ. അവരെന്തുകൊണ്ട് വളർന്നു പോണേ, അവരൊന്നും കേൾക്കാറ് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞോട്ടെ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇത്ര ഒരു 3-4 മണിക്കൂറായിട്ട് ഉള്ള ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ എൻ്റെ ഒപ്പം നിന്ന കോ ആങ്കേഴ്സിന് കൂടി ഈ ഒരു സമയം ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചോട്ടെ. ഷാരിക ആൻഡ് മെഹ്റീൻ. ആൻഡ് തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നതിൽ എന്നൊപ്പം നിന്ന ഇതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു രണ്ടുപേർക്കും. ആൻഡ് തീർച്ചയായിട്ടും നല്ലൊരു കൈയടി, കാരണം ഓരോ സെഗ്മെന്റ് ആണെങ്കിലും ഇന്ററാക്ഷൻ ആണെന്നുണ്ടെങ്കിലും സമയത്താണെങ്കിൽ പോലും അല്ലെ വളരെ ഭംഗിയായിട്ട് തന്നെ ഡീൽ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് തീർച്ചയായിട്ടും രണ്ടുപേരും മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ പുതിയ മെമ്പേഴ്സ് കൂടിയാണ്. അതിന്റെ ഒപ്പം തന്നെ കുറേയേറെ പരിപാടികൾ കൊണ്ട് സജീവമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് കൂടിയാണ്. എന്തായാലും ജിനുചേട്ടൻ എന്തായാലും ആ ഒരു സന്തോഷത്തിന്റെ ആനന്ദ ഒരു നൃത്തത്തിൽ നിൽക്കുകയാണെന്ന് അറിയാം. എന്തായാലും ഈ ഒരു സമയം മൈൽ സ്റ്റോൺ പ്രേക്ഷകരോട് ഇന്ന് ഗ്രീറ്റ് ആൻഡ് മീറ്റിലൂടെ എത്തിയിരുന്നോട് എന്താ പറയാനുള്ള ഈ ഒരു സമയം? എനിക്ക് ആദ്യമായിട്ട് നന്ദി എവിടെയാണ് നമ്മുടെ ഏഷ്യാനെറ്റിനോടാണ്. കാരണം ഏഷ്യാനെറ്റ് നമ്മളെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് നമ്മളെ സെലക്ട് ചെയ്തതിന് അദ്ദേഹത്തിന് ഏഷ്യാനെറ്റിനോട് ഭയങ്കര നന്ദിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മളെ ഏറ്റെടുത്ത് മൊത്തം പ്രേക്ഷകരാണ്. നമ്മുടെ ഫ്രണ്ട്സാണോ അല്ലെങ്കിൽ നാട്ടുകാരാണോ അല്ലെങ്കിൽ കൂട്ടുകാരാണോ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ എല്ലാം ജനങ്ങളാണ് ഏറ്റെടുത്തത്. അവർക്ക് എല്ലാവർക്കും നന്ദി പറയണം. കാരണം എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിന്, അല്ലെങ്കിൽ എനിക്ക് ഈ വേദിയിൽ വരാൻ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് ഇവർ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് വെക്കാം, ഇവർ പറഞ്ഞിരുന്ന എറണാകുളത്ത് വെക്കാമെന്ന് എന്നോട് പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ നാട്ടിൽ വെക്കി. കാരണം നമ്മുടെ നാട്ടിലാണ് എനിക്കത് ഇഷ്ടം, നമ്മുടെ നാട്ടുകാരോട് ഞാൻ അത്ര കടപ്പെട്ട ആൾക്കാരാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ പ്രോഗ്രാം ചെയ്തതിന് നിങ്ങളോട് താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരുപാട് സന്തോഷം. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു യു മിസ്റ്റർ വിനു വിരിച്ചേട്ടാ. ആൻഡ് ഒത്തിരി സന്തോഷം. ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൽ അത്രയും കട്ടയ്ക്ക് ഞങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിന്ന ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. ഈ ഒരു പ്രോഗ്രാം അതിനെ ലീഡ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ മൈൽ സ്റ്റോണിന്റെ CEO മിസ്റ്റർ ആൽവിൻ. അതുപോലെ തന്നെ എന്തൊരു ഈവന്റും ഇത്രത്തോളം, കാരണം ഇത്രയും ആർട്ടിസ്റ്റുകൾ വരുന്നു, അതുപോലെ തന്നെ എൻട്രി ചെയ്യുന്നു, ത്രൂട്ട് ഒരു 3-4 മണിക്കൂർ എത്രയും നന്നായി പോകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. സോ താങ്ക് യു സോ മച്ച് മിസ്റ്റർ അപ്പു. ആൻഡ് അപ്പു ആണ് ഇത് ലീഡ് ചെയ്ത്. അതുപോലെ തന്നെ ഇത്രയും വിഷ്വൽ നമ്മൾ കാണുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മൈൽ സ്റ്റോണിന്റെ ചാനലിലൂടെ ആയിരിക്കും. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാമറ ടീം ഉള്ളത് തന്നെയാണ് മൈൽ സ്റ്റോണിന്റെ ഒരു പവർ, സ്ട്രോങ് പില്ലേഴ്സ്. സോ താങ്ക് യു സോ മച്ച് ഗൈ. ആൻഡ് അതുപോലെ തന്നെ ഈ കിട്ടിയ ഔട്ട് നിങ്ങൾക്ക് ഇത്രയും ഭംഗിയായിട്ട് എത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരുത്തുറ്റ സ്കില്ലായിട്ടുള്ള എഡിറ്റേഴ്സ് ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. സോ ഞങ്ങളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എഡിറ്റേഴ്സ് ടീം ഉണ്ട്, സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ടീമാണെന്നുണ്ടെങ്കിലും ആൻഡ് ഓപ്പറേഷൻസ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഒപ്പം തന്നെ ഇന്നത്തെ ശബ്ദമില്ലാതെ ആഘോഷമില്ല അല്ലേ. സോ തീർച്ചയായിട്ടും ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ആഘോഷത്തിന് ശബ്ദമൊരുക്കിയ നീനു PR ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു മാൻ. ഒപ്പം തന്നെ സെന്റ് ജോർജ് പാരിഷ് ഹാൾ, നമ്മുടെ സൗണ്ട് കൺസോൾട്ട് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സൗണ്ട് എഞ്ചിനീയേഴ്സ്. ഈ പ്രോഗ്രാമിലോട് സഹകരിച്ച ഒരുപാട് പേരുണ്ട്, പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും എല്ലാവരോടും അത്രയും നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ. സോ
തീർച്ചയായിട്ടും മൈൽ സ്റ്റോണിന്റെ യാത്ര തുടരുക തന്നെ ചെയ്യും. വേറിട്ട കാഴ്ചകളോടെ ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ എത്തും. ഈ സഹകരണം തുടരുക. അതുപോലെ തന്നെ ഈ ഒരു സമയം റിവീൽ ചെയ്യാണ്. കാരണം ഈ വേറിട്ട ഷോകളോട് എപ്പോഴും വ്യത്യസ്തമായിട്ടുണ്ട് മൈൽ സ്റ്റോൺ. എന്തായാലും അതുപോലെ ആ കൂട്ടത്തിലേക്ക് കുറേയേറെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും നിങ്ങളിലേക്ക് ഒരു പുതിയ ഷോ കൂടെ ആയിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എത്തുകയാണ്. ദ കെന്ന ഷോ. സോ അതിന്റെ ഞങ്ങളുടെ ആങ്കർ ഇവിടെ ഉണ്ട് ഓൾറെഡി. സോ കെന്നെ കുറേയേറെ ഷോകളോട് നിങ്ങൾക്ക് പരിചിതമാണ്. സോ മൈൽ സ്റ്റോൺ ഒരു സ്പെഷ്യൽ ഷോ ആയിട്ട് കൂടി വരികയാണ്. അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ. ഒരു കാര്യം കൂടി പറയാം, ഇത്രയും നല്ലൊരു ഇവന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനിച്ച മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. മാത്രമല്ല ഒരു പ്രോഗ്രാം ആയിട്ടല്ല എനിക്ക് ഫീൽ ചെയ്യിച്ചത്. ഇതൊരു കുടുംബത്തിൽ ഒരു ഗെറ്റ് ടുഗദർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇതൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ തന്നത്. റോഹൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ആങ്കേഴ്സും തന്നത്. അപ്പോൾ വെരി താങ്ക് യു ഫോർ ദിസ് ഇവന്റ്. ബ്യൂട്ടിഫുൾ ഇവന്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്.